കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ സഭാതലവൻ ആർച്ച് ബിഷപ്പ് ഓഫ് കാന്റർബറി ജസ്റ്റിൻ വിൽബി രാജിവെച്ചു. സഭയിലെ വൻ വിവാദമായ ബാലപീഡനങ്ങൾക്കെതിരെ ആർച്ച് ബിഷപ്പ് നടപടിയെടുത്തില്ല എന്ന റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ജസ്റ്റിൻ വിൽബി രാജിവെച്ചത്. ജോൺ സ്മിത്ത് എന്ന സുവിശേഷ പ്രസംഗകൻ 130 ആൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള കാര്യം 2013 അറിഞ്ഞിട്ടും ജസ്റ്റിൻ വിൽബി മൂടിവെച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആർച്ച് ബിഷപ്പിനുമേൽ രാജിവെക്കാൻ സമ്മർദ്ദമേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിലെ 85 മില്യൺ ആംഗ്ലിക്കൻ സഭാംഗങ്ങളുടെ ആത്മീയ നേതാവാണ് ആർച്ച് ബിഷപ്പ് ഓഫ് കാന്റർബറി ജസ്റ്റിൻ വിൽബി. ജസ്റ്റിൻ വിൽബിക്ക് ശേഷം സഭയെ നയിക്കാൻ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു നോൺ വൈറ്റ് ബിഷപ്പ് ആയിരിക്കുമെന്നാണ് സഭാവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. UK-യിലെ പെൻഷൻ പദ്ധതികൾ കാനഡയും ഓസ്ട്രേലിയയും പോലെയാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി UK ചാൻസലർ റേച്ചൽ റീവ്സ്. ഈ രാജ്യങ്ങളിൽ അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രാദേശിക സർക്കാർ ജീവനക്കാരുടെ പെൻഷനുകൾ ലോകമെമ്പാടും വലിയ നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒരുപിടി ഫണ്ടുകളായി ശേഖരിക്കപ്പെടുന്നുണ്ടെന്നും ലോകത്തിലെവിടെയും അവർക്ക് ഏറ്റവും മികച്ച പെൻഷൻ ഫണ്ടുകളുണ്ടെന്നും റേച്ചൽ റീവ്സ് BBC-യോട് പറഞ്ഞു. എന്നാൽ UK പൊതുമേഖലാ പെൻഷൻ ഫണ്ടുകൾ ബ്രിട്ടീഷ് സേവകന്മാർക്ക് ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തമല്ലെന്നും ചാൻസലർ പറഞ്ഞു. 354 ബില്യൺ പൗണ്ട് വരുന്ന UK-യിലെ ലോക്കൽ ഗവൺമെന്റ് പെൻഷൻ സ്കീമുകൾ ഒന്നായി യോജിപ്പിച്ച് പെൻഷൻ മെഗാ ഫണ്ടുകളായി ലയിപ്പിക്കാനുള്ള പദ്ധതികൾ സർക്കാർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് റേച്ചൽ റീവ്സിന്റെ അഭിപ്രായം. പതിറ്റാണ്ടുകൾക്കുള്ളിലെ ഏറ്റവും വലിയ പെൻഷൻ പരിഷ്കാരങ്ങൾ എന്നാണ് റേച്ചൽ റീവ്സ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് UK-യിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ വിമർശകർ പറയുന്നത് ഈ നടപടികൾ സമ്പാദ്യക്കാരുടെ പണം അപകടത്തിലാക്കുമെന്നുള്ളതാണ്. UK ഫാർമസികളിൽ വളരുന്ന പ്രതിസന്ധി തടയാൻ സർക്കാർ ഈ മേഖലയ്ക്കുള്ള ധനസഹായം ഗണ്യമായി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ മരുന്ന് വിതരണം അവസാനിപ്പിക്കൽ, ഓപ്പണിംഗ് അവേഴ്സ് കുറയ്ക്കൽ തുടങ്ങി നിരവധി സേവനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ നിർത്തുമെന്ന് ഫാർമസികൾ അറിയിച്ചു. ഫാർമസികൾക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൂടുതൽ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്ന് ഈ മേഖലയിലെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ദേശീയ മിനിമം വേതനത്തിലെ 6.7% വർധനവും തൊഴിലുടമയുടെ വർധനവും ചൂണ്ടിക്കാട്ടി ഫാർമസി ഉടമകൾക്കിടയിൽ സർക്കാരിനെതിരെ രോഷമുയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര കമ്മ്യൂണിറ്റി ഫാർമസികളെ പ്രതിനിധീകരിക്കുന്ന നാഷണൽ ഫാർമസി അസോസിയേഷൻ നടത്തിയ ഉയർന്ന പോളിംഗ് ബാലറ്റിൽ മെച്ചപ്പെട്ട സർക്കാർ ഫണ്ടിംഗ് ഈ മേഖലയിൽ വരുന്നില്ലെങ്കിൽ തങ്ങളുടെ സേവനങ്ങൾ പരിമിതപ്പെടുത്താൻ തയ്യാറാണെന്ന് ഫാർമസി ഉടമകൾ പറഞ്ഞു. ഫാർമസികൾക്കുള്ള ധനസഹായം വരുമാഴ്ചയിൽ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഫാർമസി ഉടമകൾ കുറഞ്ഞ പ്രവർത്തന സമയങ്ങളിലേക്ക് നീങ്ങുമെന്നും ഫണ്ടില്ലാത്ത മരുന്നുകൾ സൗജന്യമായി ഹോം ഡെലിവറി ചെയ്യുന്നത് നിർത്തുമെന്നും ഡോസ് സിസ്റ്റം മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുമെന്നും ഫാർമസികൾ വ്യക്തമാക്കി. കൗൺസിൽ ടാക്സ് വർധനവ് അടുത്ത വർഷം 5% പരിധിയിൽ നിലനിർത്തുമെന്ന് ലേബർ സർക്കാർ സ്ഥിരീകരിച്ചു. ഇത് ശരാശരി കുടുംബത്തിന്റെ ബില്ലുകൾക്ക് 100 പൗണ്ടിന്റെ വർധനവ് വരുത്തും. കൗൺസിൽ ടാക്സ് പരിധി നിലനിർത്തുന്നുണ്ടോ എന്ന് UK പ്രതിപക്ഷ നേതാവ് കെമി ബെയ്ഡ്നോക്ക് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരുന്നു. പ്രാദേശിക അധികാരികൾക്ക് ബില്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള പരിധി അതുപോലെ തന്നെ തുടരുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ഗവൺമെന്റ് സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് 2024-25 ഇംഗ്ലണ്ടിലെ പ്രാദേശിക അധികാരം നിശ്ചയിച്ചിട്ടുള്ള ശരാശരി ബാൻഡി കൗൺസിൽ നികുതി 2771 പൗണ്ടാണ്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 106 പൗണ്ടിന്റെ വർധനവാണ്. ഏറ്റവും ചിലവേറിയ ബാൻഡ് H വീടുകളിലുള്ളവർക്ക് കഴിഞ്ഞ വർഷത്തെ 4342 പൗണ്ട് ബില്ലിൽ 217 പൗണ്ടിന്റെ വർധനവുണ്ടാവും. റാക്ക് കൊണ്ട് നിർമ്മിച്ച ഇംഗ്ലണ്ടിലെ 100 കണക്കിന് സ്കൂളുകൾ തകർച്ചയുടെ വക്കിലെന്ന് ഗവൺമെന്റ് ഡാറ്റ കാണിക്കുന്നു. കൺസർവേറ്റീവ് ഗവൺമെന്റ് തെറ്റായി തടഞ്ഞുവെച്ചതായി ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഓഫീസ് കണ്ടെത്തിയ ഔദ്യോഗിക ഡാറ്റ കണക്ക് പ്രകാരം 235 ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ സൈറ്റുകളിൽ റീഇൻഫോഴ്സ്ഡ് ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് അതായത് റാക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. സ്കൂളുകൾ, ആശുപത്രികൾ, ജയിലുകൾ എന്നിവയുൾപ്പെടെ 487 സർക്കാർ കെട്ടിടങ്ങൾ ഏതു നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുള്ളതായി ഡാറ്റ കാണിക്കുന്നു. തകർന്ന റാക്ക് കോൺക്രീറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് കുട്ടികളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരായ സ്കൂളുകൾ മുൻ സർക്കാർ ഫണ്ടിങ്ങിൽ ഇഴഞ്ഞതിനെ തുടർന്ന് പോർട്ടബിൾ കെട്ടിടങ്ങളിലും താൽക്കാലിക ക്ലാസ് മുറികളിലും വർഷങ്ങളോളം കിടക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിന് മുമ്പ് തകർന്നു വീഴാൻ സാധ്യതയുള്ള 100 കണക്കിന് സ്കൂളുകൾ ഋഷി സുനക് ഗവൺമെന്റ് അടച്ചുപൂട്ടിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ നിലവിലുള്ള സ്കൂൾ പുനർനിർമ്മാണ പരിപാടികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി 1.4 ബില്യൺ പൗണ്ട് ചാൻസലർ റേച്ചൽ റീവ്സ് ഇക്കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ മലയാളികൾക്കാകെ അഭിമാനം നൽകുന്ന വിജയം കരസ്ഥമാക്കി ബിജോയ് സെബാസ്റ്റ്യൻ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴ പുന്നപ്ര വണ്ടാനം സ്വദേശിയായ ബിജോയ് സെബാസ്റ്റ്യൻ സ്വദേശികളായ സ്ഥാനാർത്ഥിയെ ബഹുദൂരം പിന്നിലാക്കിയാണ് വിജയം നേടിയത്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിൽ സീനിയർ ക്രിട്ടിക്കൽ കെയർ നഴ്സായി വർക്ക് ചെയ്യുകയാണ് ബിജോയ് സെബാസ്റ്റ്യൻ. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നും ഒരാൾ ഈ സ്ഥാനത്ത് എത്തുന്നത്. 2025 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെ 2 വർഷമാണ് ബിജോയ് സെബാസ്റ്റ്യന്റെ കാലാവധി. 5 ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള UK-യിലെ ഏറ്റവും വലിയ നഴ്സിംഗ് സംഘടനയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകളിൽ ഒന്നിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് ഈ സ്ഥാനത്തെ കാണുന്നതെന്നും ബിജോയ് പറഞ്ഞു.
എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച് നഴ്സിംഗ് പ്രൊഫഷനെ കൂടുതൽ വിലമതിക്കുന്നതും ബഹുമാനം അർഹിക്കുന്നതുമാക്കി മാറ്റാനാകും ശ്രമമെന്നും ബിജോയ് വ്യക്തമാക്കി. അംഗങ്ങൾക്കായി യൂണിയൻ കൂടുതൽ ഒരുമയോടെ കരുത്തുള്ള ശബ്ദമായി മാറുമെന്നും ബിജോയ് പ്രതികരിച്ചു. നോർക്ക ട്രിപ്പിൾ വിൻ പദ്ധതി വഴി 528 നഴ്സുമാർ ജർമ്മനിയിലെത്തിൻ്റെ ആഘോഷം സംഘടിപ്പിച്ചു. ജർമ്മൻ ഓണററി കൗൺസിൽ സംഘടിപ്പിച്ച ജർമ്മൻ ഐക്യദിന വാർഷികാഘോഷ ചടങ്ങിനൊപ്പമായിരുന്നു 500+ ആഘോഷ പരിപാടി. നോർക്ക റൂട്ട്സിന്റെ മികച്ച പിന്തുണയാണ് പദ്ധതിയുടെ വിജയത്തിന് പിന്നിലെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ ബാംഗ്ലൂരുവിലെ ജർമ്മൻ കോൺസൽ ജനറൽ അച്ചിം പുക്കാട്ട് അഭിപ്രായപ്പെട്ടു. മികച്ച വിദേശ ഭാഷാ പഠനത്തിനായി NIFL സാറ്റലൈറ്റ് സെന്ററുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ ട്രിപ്പിൾ വിൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2021 ഡിസംബറിൽ ഒപ്പിട്ട ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 528 നഴ്സുമാർക്കാണ് ജർമ്മനിയിലെ 12 സംസ്ഥാനങ്ങളിലെ വിവിധ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിൽ രജിസ്റ്റേഡ് നഴ്സ് തസ്തികയിൽ നിയമനം ലഭിച്ചത്. 5 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുത്ത 1400 പേരിൽ ജർമ്മൻ ഭാഷാ പരിശീലനം തുടരുന്നവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് തിരിക്കും. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ തൊഴിലവസരം ഉണ്ടാക്കുന്നതിനായി നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ട്രിപ്പിൾ വിൻ കേരള. ഗോവിത സെന്ററുകളിലാണ് B1 വരെയുള്ള ഭാഷാ പരിശീലനം. ഇന്ത്യ പോലുള്ള താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ നെസ്ലയും പെപ്സിക്കോയും നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി റിപ്പോർട്ട്. ഈ കമ്പനികൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആരോഗ്യ റേറ്റിംഗ് സിസ്റ്റത്തിൽ കുറഞ്ഞ സ്കോറുകൾ ഉള്ളതായി കണ്ടെത്തി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും വികസിപ്പിച്ചെടുത്ത റേറ്റിംഗ് സിസ്റ്റം താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ശരാശരി സ്കോർ 5ൽ 1.8 ആണെന്നും ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഇത് 2.3 ആണെന്നും കണ്ടെത്തി. സിസ്റ്റത്തിന് കീഴിൽ 3.5 മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. UK അപകട മരണങ്ങളുടെ എണ്ണം എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പുതിയ റിപ്പോർട്ട്. ഓരോ വർഷവും 20,000-ലധികം ആളുകൾ കൊല്ലപ്പെടുന്ന UK 42% അപകടങ്ങൾ വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യം ആക്സിഡന്റൽ ക്രൈസിസ് നേരിടുകയാണെന്ന് റോയൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ്സ് മുന്നറിയിപ്പ് നൽകി. 40 വയസ്സിന് താഴെയുള്ളവരുടെ തടയാനാവുന്ന മരണത്തിന്റെ പ്രധാന കാരണമായി അപകടങ്ങൾ മാറിയിരിക്കുന്നു. മാരകമായ അപകടങ്ങളിൽ പകുതിയിലേറെയും വീട്ടിൽ നടക്കുന്നു. അപകടങ്ങൾക്ക് UK ഓരോ വർഷവും 12 ബില്യൺ പൗണ്ട് ചിലവാകുന്നതായും പഠനം കണ്ടെത്തി. 2013 മുതൽ അപകട മരണങ്ങൾ ഇംഗ്ലണ്ടിൽ 40%, സ്കോട്ട്ലൻഡിൽ 60%, വെയിൽസിൽ 42%, നോർത്തേൺ അയർലൻഡിൽ 67% എന്നിങ്ങനെയാണ് വർദ്ധിച്ചത്. 2022 അപകട മരണങ്ങളിൽ പകുതിയും വീഴ്ചയിൽ നിന്നുണ്ടായതാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തി. 26% വിഷബാധയിൽ നിന്നും 7% ഗതാഗതവുമായി ബന്ധപ്പെട്ടു എങ്കിൽ റോഡ് ട്രാഫിക് അപകടം മൂലമാണ്. ഹമാസിനെ പിന്തുണയ്ക്കുന്നതെന്ന സംശയത്തിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പ്രായം 30കളിലുള്ള ഇയാളെ തീവ്രവാദ കുറ്റം ചെയ്തു എന്ന സംശയത്തിലാണ് ഗ്ലോസ്റ്ററിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ടെററിസം ആക്ട് സെക്ഷൻ 12 പ്രകാരമാണ് അറസ്റ്റ് നടന്നത്. ഓൺലൈൻ വഴിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പാലസ്തീനിയൻ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതെന്ന് ഗ്ലോസ്റ്റർഷെയർ പോലീസ് അറിയിച്ചു.